ഉപരിപഠനത്തിനായി അമേരിക്കൻ സർവകലാശാലകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും മലയാളി ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ ആശങ്ക എന്താണെന്നറിയാമോ? അത് അവിടുത്തെ ഭീമമായ പഠന ചെലവാണ്. ലക്ഷക്കണക്കിന് രൂപ ട്യൂഷൻ ഫീസിനായും താമസ ചെലവുകൾക്കുമായും വേണ്ടിവരുമ്പോൾ പലരും തങ്ങളുടെ US സ്വപ്നം ഉപേക്ഷിക്കുകയാണ് പതിവ്. എന്നാൽ കൃത്യമായി തയ്യാറെടുപ്പ് അറിവുമുണ്ടെങ്കിൽ ട്യൂഷൻ ഫീസിൽ വൻ ഇളവുകൾ നേടാനും സൗജന്യമായി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ അമേരിക്കയിൽ പഠിക്കാനും കഴിയും എന്ന കാര്യം പലർക്കും അറിയില്ല. US സർവകലാശാലകളിൽ ലഭ്യമാകുന്ന വിവിധതരം സ്കോളർഷിപ്പുകൾ, ഫുൾബ്രൈറ്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഗ്രാന്റുകൾ, റിസർച്ച് ടീച്ചിംഗ് അസിസ്റ്റന്റ്ഷിപ്പുകൾ, കൂടാതെ മലയാളി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേടാനായി നിർബന്ധമായും പിന്തുടരേണ്ട 6 പ്രധാന കാര്യങ്ങൾ എന്നിവയൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അമേരിക്കയിൽ പ്രധാനമായും 4 തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഒന്നാമത് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ്. നിങ്ങളുടെ മികച്ച അക്കാദമിക് മാർക്ക് അല്ലെങ്കിൽ കായിക കലാ മികവ് അല്ലെങ്കിൽ നേതൃപാടവം എന്നിവ അടിസ്ഥാനമാക്കി സർവകലാശാലകൾ നൽകുന്ന ഇളവുകളാണിത്. മറ്റത് നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ്. വിദ്യാർത്ഥിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക പശ്ചാത്തലം വിലയിരുത്തി നൽകുന്ന സഹായം. ഹാർവാർഡ്, MIT, യേൽ തുടങ്ങിയ മുൻനിര സർവകലാശാലകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി നീഡ് ബ്ലെൻഡ് അഡ്മിഷൻ പോളിസികൾ നൽകുന്നുണ്ട്. മൂന്നാമത്തേത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ഇളവുകൾ. ഓരോ സർവകലാശാലയിലും കഴിവുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി സ്വന്തമായി നൽകുന്ന ഫണ്ടുകളുണ്ട്. നാലാമത്തേത് ഗ്രാജുവേറ്റ് അസിസ്റ്റന്റ്ഷിപ്പുകൾ. ബിരുദാനന്തര ബിരുദത്തിനും PhDക്കും പോകുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വഴിയാണിത്. പ്രൊഫസർമാരെ പഠനത്തിലോ ഗവേഷണത്തിലോ സഹായിക്കുന്നതിലൂടെ ട്യൂഷൻ ഫീ പൂർണ്ണമായും ഒഴിവാക്കി കിട്ടുന്നതിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ലഭ്യമായ ചില പ്രമുഖ സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ്. US ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും സംയുക്തമായി നൽകുന്ന ഈ ഫെലോഷിപ്പ് വഴി ട്യൂഷൻ ഫീ, വിമാനക്കൂലി, താമസ ചെലവ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ സൗജന്യമായി ലഭിക്കും. ടാറ്റ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ട്രസ്റ്റ്. കോർണൽ യൂണിവേഴ്സിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിന് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ടാറ്റ ട്രസ്റ്റ് നൽകുന്ന സ്കോളർഷിപ്പ്. സ്റ്റാൻഫോർഡ് റിലയൻസ് ധീരുഭായ് ഫെലോഷിപ്പ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കരായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം. AAUW ഇന്റർനാഷണൽ ഫെലോഷിപ്പ്. ഉപരിപഠനം നടന്ന വനിതാ വിദ്യാർത്ഥികൾക്കായി നൽകുന്ന പ്രത്യേക ഫണ്ട്. ശക്തമായ ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് സ്കോളർഷിപ്പ് വാങ്ങി എടുക്കാൻ സാധിക്കൂ. ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സ്കൂൾ കോളേജ് തലത്തിൽ മികച്ച GPA നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മികച്ച സ്കോറുകൾ ഉയർന്ന രീതിയിൽ നേടുന്നത് മെറിറ്റ് സ്കോളർഷിപ്പ് ഉറപ്പാക്കാൻ സഹായിക്കും. രണ്ടാമത്തേത് ഉയർന്ന ഭാഷാ സ്കോർ കാണിക്കുന്നത് ടീച്ചിങ് അസിസ്റ്റന്റ്ഷിപ്പുകൾ ലഭിക്കാൻ വളരെ നിർണായകമാണ്. 3. നിങ്ങളുടെ ലക്ഷ്യങ്ങളും സർവകലാശാലയ്ക്ക് നിങ്ങൾ നൽകുന്ന സംഭാവനകളും വ്യക്തമാക്കുന്ന കൃത്യമായ ഒരു SOP തയ്യാറാക്കുക. എന്തിനാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആവശ്യമെന്ന് വ്യക്തമായ കാരണം വ്യക്തമാക്കണം. നിങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർമാരിൽ നിന്നും ഉയർന്ന റാങ്കിലുള്ള വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന മികച്ച LOR പ്രൊഫൈലിന്റെ മൂല്യം വർദ്ധിപ്പിക്കും. സാമൂഹ്യ സേവനം, ലീഡർഷിപ്പ് റോളുകൾ, പ്രൊജക്ടുകൾ എന്നിവയ്ക്ക് US അഡ്മിഷൻ കമ്മിറ്റികൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പല വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നത് അവസാന നിമിഷം അപേക്ഷിക്കുന്നത് കൊണ്ടാണ്. US സർവകലാശാലകളിൽ സ്കോളർഷിപ്പുകൾ സാധാരണ ആദ്യം അപേക്ഷിക്കുന്നവർക്കാണ് മുൻഗണന നൽകി അനുവദിക്കുന്നത്. കോഴ്സ് അഡ്മിഷൻ ഡെഡ്ലൈനേക്കാൾ മുൻപായിരിക്കും സ്കോളർഷിപ്പ് അപേക്ഷകളുടെ ഡെഡ്ലൈൻ. ചുരുങ്ങിയത് 10 മുതൽ 12 മാസം മുൻപെങ്കിലും പ്രോസസ് ആരംഭിക്കുക. ഹാർവാർഡ്, മാസാച്യുസെറ്റ്സ് പോലുള്ള വിഖ്യാത സർവകലാശാലകളിൽ മാത്രം അപേക്ഷിക്കാതെ നല്ല റാങ്കിംഗ് ഉള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും അപേക്ഷിക്കുക. അവിടെ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ കോഴ്സിന് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ റിസർച്ച് മേഖലയുമായി ബന്ധമുള്ള പ്രൊഫസർമാരെ സമീപിച്ച് 6 റോളുകൾക്കായി ഇമെയിൽ വഴി ആശയവിനിമയം നടത്തുന്നതും നല്ലതാണ്. നിങ്ങളുടെ അക്കാദമിക് സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമാകേണ്ടതില്ല. കൃത്യമായ പ്ലാനിങ്ങും ശരിയായ വിവരശേഖരണവും ഉണ്ടെങ്കിൽ അമേരിക്കൻ സർവകലാശാലയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും.